ഹലോ! എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കടല വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. കടല വെച്ചിട്ട് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാക്കാൻ പറ്റുമോ? ശരിക്കും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല വെറൈറ്റി ആയിട്ടൊരു സ്നാക്കാണ് കേട്ടോ. നമ്മൾ നല്ല കടലയില്ലേ, നല്ല വെള്ളക്കടലയാണേലും അല്ലെങ്കിൽ മറ്റേ ബ്രൗൺ കളർ കടലയില്ലേ, എന്ത് കടലയാണെങ്കിലും കുഴപ്പമില്ല. അത് നമ്മൾ ആദ്യം മിക്സിയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി 2 അല്ലി വെളുത്തുള്ളി, പിന്നെ കറിവേപ്പിലയും കൂടെ ആവശ്യത്തിന് ചേർക്കുക. പിന്നെ ഒരു അരമുറി സവോളയോ ചെറിയ ഉള്ളിയോ ചേർക്കാം കേട്ടോ. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ നല്ല രുചിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരയണ്ട, നമ്മുടെ കടല അരഞ്ഞ് കിട്ടുമ്പോൾ ഒരു പരുവമുണ്ടല്ലോ, അതുപോലെ നമ്മളൊന്ന് അരച്ചെടുക്കുക. ശരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. കടലയൊക്കെ കൂട്ടാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല കട്ട്ലറ്റ് പോലെ കഴിച്ചോളും കേട്ടോ. നല്ല കട്ട്ലറ്റ് പോലെ ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. ഞാൻ പച്ചമുളക് ചേർക്കാത്തതുകൊണ്ട് കുരുമുളക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇപ്പോൾ ഇട്ട് കൊടുത്തത് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. പിന്നെ ഇപ്പോൾ ഇട്ടത് ഒരു 1/2 ടീസ്പൂണ് കടലമാവുണ്ടല്ലോ, കടലമാവോടെ ചേർക്കുമ്പോഴത്തേക്കും നല്ല നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഈ 2 ഇത് മാത്രം ചെയ്താൽ മതി. നമ്മൾ മൈദ ചേർക്കുന്നില്ല. അത്ര ഹെൽത്തി അല്ല മൈദ. അതുകൊണ്ടാണ് ഞാൻ മൈദ ആഡ് ആക്കാത്തത്. മൈദ ചേർക്കുമ്പോൾ കുറച്ചുകൂടി സ്വാദ് കിട്ടുമായിരിക്കും, പക്ഷേ നമ്മുടെ ശരീരത്തിന് ഒട്ടും ഹെൽത്തി അല്ല. അതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. കടലമാവും ഗോതമ്പ് വെച്ച് തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഞാൻ ഇങ്ങനൊരു സാധനം എടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പാത്രത്തിൻ്റെ അടപ്പായാലും മതിയാവും കേട്ടോ. അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കിയിട്ട് നല്ല കറക്റ്റ് കട്ട്ലറ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെ ഓരോന്നായിട്ട് ചെറിയ ചെറിയ പീസ് ഓരോന്നായിട്ട് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതായത് നിങ്ങൾ കടല വേവിക്കുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ചെടുത്തൊന്ന് മാറ്റി വെച്ചാൽ ഇങ്ങനെ ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റിയാണ്, എന്നാൽ ഹെൽത്തിയാണ് കേട്ടോ. നമ്മൾ എല്ലാം റൗണ്ട് ഷേപ്പായിട്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. അതിന് വേണ്ടിയിട്ട് ബ്രെഡ് തന്നെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അതായത് വെളിയിൽ നിന്നൊക്കെ വാങ്ങുന്നത് ഒട്ടും നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ബ്രെഡ് ഉണ്ടെങ്കിൽ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് ക്രംസ് റെഡി ആവും കേട്ടോ. അതുകൊണ്ട് വെളിയിൽ നിന്ന് വാങ്ങാതെ മാക്സിമം ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിലേക്ക് 1 ടീസ്പൂണ് കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ നല്ല മൊരിഞ്ഞ് നല്ല സോഫ്റ്റായിട്ടും നല്ല മൊരിഞ്ഞ് വെളിയിൽ നല്ല മൊരിഞ്ഞൊരു പരുവത്തിൽ നമുക്ക് കട്ട്ലറ്റ് പോലെ ക്രിസ്പി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ആരും മറക്കല്ല കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ കോൺഫ്ലോറിലൊന്ന് മുക്കിയെടുത്ത് ബാക്കി വന്നത് ബ്രെഡ് ക്രംസിലൂടെ മുക്കിയെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഹെൽത്തി സ്നാക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കടല എടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും കുറച്ചേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ തീ കത്തിച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ പാനിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും വേണ്ട. നല്ല അടിപൊളി സ്നാക്കാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. മിക്ക കുട്ടികൾക്കും നമ്മുടെ പയറ്, കടല അങ്ങനത്തെ സംഭവം ഒന്നും ഒട്ടും ഇഷ്ടമുണ്ടാവില്ല അല്ലേ. മീൻ, ഇറച്ചി അതിനോടൊക്കെ ആയിരിക്കും താല്പര്യം. അപ്പോൾ ഈ കടലയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കിയൊക്കെ അവർ എത്ര വേണേലും കഴിച്ചോളൂ കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് സമാധാനമായിട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. അവർ തൃപ്തിയായിട്ട് കഴിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും നോൺ വെജ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് ഫുള്ളി വെജീസ് ആയിട്ടുള്ള സംഭവമാണ്. ഇല്ലാത്ത വെജിറ്റബിൾസ് എന്തെങ്കിലും ആഡ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും നോൺ വെജ് ആഡ് ചെയ്യാം. അങ്ങനെയൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. ഇത് ഞാൻ കടല ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്ന് കുറച്ച് കടല എടുത്ത് മാറ്റി ഇങ്ങനൊരു സ്നാക്ക് ഉണ്ടാക്കിയതാണ്. പക്ഷെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റ്. അപ്പം ഇങ്ങനെയുള്ള ഹെൽത്തി റെസിപ്പീസാണ് എൻ്റെ വീഡിയോസ് എല്ലാം. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ആരും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസാണ് എൻ്റെ ചാനലിൽ. അപ്പോൾ എല്ലാവരും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരണം കേട്ടോ. അപ്പോൾ
നമ്മളെല്ലാം നന്നായിട്ട് വറുത്ത് കോരിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ ഒന്നും പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഇതൊരു പുതിയൊരു ഐറ്റമാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. നല്ല പുറമെല്ലാം നല്ല മൊരിഞ്ഞിട്ട് നല്ല അകത്ത് നല്ല സോഫ്റ്റായിട്ടും കിട്ടുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.